ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ അപ്സരയ്ക്കെതിരെ മുൻ ഭർത്താവും കൊറിയോഗ്രാഫറുമായ കണ്ണൻ തൻ്റെ മുൻ ഭർത്താവിൽ നിന്നും കൊടിയ പീഡനം നേരിട്ടതായി കഴിഞ്ഞ ദിവസം അപ്സര ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് കണ്ണൻ്റെ പ്രതികരണം. അപ്സര പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ കണ്ണൻ വിശദീകരിച്ചു. അപ്സരയുടെ പേര് പറയാതെയാണ് പ്രതികരണം. കണ്ണൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബിഗ് ബോസിൽ ആ മത്സരാർത്ഥി പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരാളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എൻ്റെ അമ്മയെയും കുടുംബത്തെയും ചതിച്ചു എന്നാണ് ആ മത്സരാർത്ഥി പറഞ്ഞത്. അത് സത്യമാണ്. പക്ഷേ ചതിച്ചു എന്നൊന്നും പറയാനാകില്ല. കാരണം ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. വീട്ടുകാരെ എതിർത്തിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. അതുകഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അവരെ ബെൽറ്റ് കൊണ്ട് അടിച്ചു, ഷൂ ഉപയോഗിച്ച് ചവിട്ടി എന്നൊക്കെയാണ്. അത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും പ്രയാസവുമായിപ്പോയി. മുൻപും ഇതുപോലെ ഏഷ്യാനെറ്റിൽ ഒരു പരിപാടിയിൽ ഇവർ ഇതുപോലെ സംസാരിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. അന്ന് ഞാൻ ഇവർക്കെതിരെ വീഡിയോ ഇട്ടു. അതിനെതിരെ അവർ പരാതി കൊടുക്കുകയും ആ വീഡിയോ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ മത്സരാർത്ഥിയുടെ അമ്മ ഞങ്ങളുടെ പ്രണയം അറിഞ്ഞിട്ട് 45 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്നുവെന്ന് അവർ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പ്രണയം വീട്ടിൽ അറിഞ്ഞപ്പോൾ ഇവരുടെ അമ്മ വലിയ വിഷമമായിരുന്നു. വീട്ടിൽ നിന്ന് അനുഭവിച്ച ടോർച്ചറൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ആശുപത്രിക്കാര്യം അവർ പറഞ്ഞിട്ട് പോലുമില്ല. ഡിസ്കിൻ്റെ പ്രശ്നമായി അവർ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അതാണോ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്ന സമയത്തൊക്കെ ഷൂ ഇട്ട് ചവിട്ടിയെന്നൊക്കെ അവർ പറഞ്ഞു നടന്നിരുന്നു. ഞാനുമായി ബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വിവാഹം കഴിച്ച ആളുമായി അവർ ബന്ധത്തിലായിരുന്നു. അതിനിടയിൽ അവർക്ക് മാറ്റങ്ങളുണ്ടായി. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ ജീവിതത്തിൽ നിന്നും കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. അല്ലാതെ ഇറങ്ങിപ്പോയതല്ല. ഒരു തവണ സംശയം തോന്നി ഞാൻ അവരുടെ ഫോൺ നോക്കിയപ്പോൾ ഫോണിൽ വോയിസൊക്കെ കണ്ട് ഇത് ഞാൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അയാളുടെ സഹോദരിയുടെയും അമ്മയുടെയും ഒക്കെ മുമ്പിൽ കേൾപ്പിച്ച് കൊടുത്തിട്ടുമുണ്ട്. പിറ്റേന്ന് സീരിയൽ അവർക്ക് അഭിനയിക്കേണ്ടി വന്നു. ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വരണം. വന്നപ്പോൾ 1ഉം 2ഉം പറഞ്ഞ് വലിയ പ്രശ്നമായി. എന്നെ പലതരത്തിലും അപമാനിച്ചു. അന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടു. അല്ലാതെ ആൾ ഇറങ്ങിയിട്ടില്ല. പിന്നീട് ആൾ ഈ വീട്ടിൽ നിന്നപ്പം പോയത് സകല സാധനങ്ങളും എടുത്താണ്. വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടപ്പോൾ ബസ് സ്റ്റാൻഡിലൊക്കെയാണ് ഞാൻ ചെലവഴിച്ചത്. പിന്നീട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൂടെ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞു. അവളുടെ കുടുംബം അടക്കം ഇടപെട്ടു. അങ്ങനെ പിന്നീട് ഞാൻ എൻ്റെ സാധനങ്ങളുമൊക്കെയായി ഇറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അല്ലാതെ തനിച്ചാണ് വീട് വിട്ടതെന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നും കണ്ണൻ വിശദമാക്കി.